എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേലിൽ വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയി. പക്ഷേ ഇത്രയും ദിവസം ഓട്ടത്തിലായിരുന്നു എന്ന് പറയാം. അതായത് കുറേ മീറ്റിങ്ങും കാര്യങ്ങളും, പിന്നെ പല ആളുകളെ കാണുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ നടന്നിരുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു ടീം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ, നമ്മൾ കണ്ട കാര്യങ്ങൾ അത് പറയാൻ ഉള്ള അവസരം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഴിവൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്ന് അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടൊന്നുമല്ല ആളുകൾ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്ന ആളുമല്ല. ഇവിടെ ഒരുപാട് ആളുകൾ, മലയാളികൾ ഇഷ്ടംപോലെ ഇവിടെ ഉള്ളൊരു സ്ഥലമാണ്. മറ്റുള്ള ഇന്ത്യക്കാരും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പല ആളുകളെയും നമുക്ക് കാണാൻ സാധിച്ചു. അതുകൂടാതെ നമ്മളുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളെയും ഇവിടെ കാണാൻ സാധിച്ചു. എന്തു തന്നെയായാലും വന്നിട്ടുള്ള ആളുകൾ അവർ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. മിക്കതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ചില ആളുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഒരു വന്ന് യാത്ര ചെയ്യുന്നു, സ്ഥലങ്ങൾ കാണുന്നു എന്ന് വരുമ്പോൾ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ കാര്യങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ വ്ളോഗർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ഥലങ്ങൾ കാണുക, അത് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ ഇവിടെ വരുന്ന പല ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ പോലെയുള്ള ആളുകൾ, അവർ കാണുന്ന കണ്ണുകൊണ്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലിരിക്കുമ്പോഴാണെങ്കിലും ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നൊരു വിഷയം, അതായത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത, അതിനെ കുറച്ച് കാണുക, അല്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ ലഘൂകരിച്ച് അതിനെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ട് ആളുകളിൽ അതിൻ്റെ എന്താണ് ആ സംഭവം ഉണ്ടായത് എന്ന് പോലും തിരിച്ചറിയാനുള്ള അവസരം നിഷേധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് സജി മാർക്കോസിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയൊക്കെ നമുക്ക് വേറെ തരാം, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സാഹചര്യത്തിൽ, അതുകൂടാതെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോഴാണെങ്കിലും ഇൻഡിറക്റ്റ്ലി ആണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മളാലാവുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് നമ്മളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭീകരവാദം, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളാലാവുന്ന ചില കോൺട്രിബ്യൂഷൻസ് അതും കൂടി കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ ശബ്ദം കുറച്ചുണ്ടാവും, കാരണം ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള വെളിച്ചത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. റൂമിനകത്ത് വെളിച്ചം കുറച്ച് കുറവാണ്. അത് ഏത് ഹോട്ടലിൽ പോയപ്പോഴും ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നോക്കി നമ്മൾ ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ശബ്ദം, അതിനെക്കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. ഇതൊരു മതരാഷ്ട്രമാണ്, ഒരു ജൂതരാഷ്ട്രമാണെന്ന് പറയുമ്പോൾ പോലും ഒരു മതത്തിൻ്റേതായിട്ടുള്ള ശബ്ദമൊന്നും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനില്ല. പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ട്രേ ഡോഗ്സ്, നമ്മളുടെ തെരുവ് നായ്ക്കളും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് മുഴുവൻ, കണ്ടത് മുഴുവൻ വളർത്തു നായ്ക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്ന ഒരു പാർക്ക് തൊട്ടടുത്തുള്ളതുകൊണ്ട് പകൽ മുഴുവൻ അവിടെ നിന്നുള്ള ശബ്ദമാണ്. അവർ മനസമാധാനത്തോടു കൂടി ഒന്ന് കുരയ്ക്കുന്ന സമയമായതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം ക്ഷമിക്കാം. നിങ്ങളും ക്ഷമിക്കണമെന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാഹിൻ എന്ന നൊമാഡ്, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമതായിട്ട് എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അനുഭവം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരിക. കാരണം ഇവിടെ നമ്മൾ കണ്ടത്, ഞാൻ വരുന്നതിന് ഏതാണ്ടും ഒരു 1-2 ആഴ്ച മുന്നെയാണ് ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് കൊളുത്തിവിട്ട കുറേ കാര്യങ്ങൾ ഇവിടെ വലിയ ചർച്ചയായിരുന്നു. ഇവിടെ വന്നു, പുള്ളിയെ എല്ലാവരും കൂടി എന്തോ തടഞ്ഞു വെച്ചു, ആകെ പ്രശ്നമായി. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബാഗേജ് മുഴുവൻ കുത്തിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഏത് എയർപോർട്ട് വഴിയാണോ ആൾ ഇവിടേക്ക് വന്നത്, അതേ എയർപോർട്ട് വഴി തന്നെയാണ് ഞാനും വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക എൻട്രിയോ പ്രത്യേക എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണനയോ നമുക്കില്ല. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, കയ്യിലിരിപ്പ് നല്ലതായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം. എന്ന് വെച്ചാൽ മുസ്ലിമായിട്ട് വരുന്ന ഒരാൾ, പേര് മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ സംശയിക്കപ്പെടാനും ചോദ്യം ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ചൂഴ്ന്ന് അന്വേഷിക്കപ്പെടാനുമുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഈ ലോകത്ത് ഉണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുള്ളൊരു കാര്യമാണ്.
അതിൻ്റെ ഇരകളാണ് സത്യത്തിൽ നമ്മളൊക്കെ. മുസ്ലിങ്ങളായിട്ട് പിറന്ന എല്ലാ ആളുകളും, അറബി നാമവുമായി കൊണ്ട് നടക്കുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ തീവ്രവാദിയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മതം പേറുന്ന, നിങ്ങളെപ്പോലെ പേര് കൊണ്ട് നടക്കുന്ന ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് എണ്ണം പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല. ഇവിടെ നമുക്ക് ചറപറാന്ന് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഞാൻ വന്ന് ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് 2 ദിവസം മുന്നേ, ഒരു ദിവസം മുന്നെയാണ് ഇവിടെ ഒരു മൊറോക്കോക്കാരനായിട്ടുള്ളൊരു പയ്യൻ, അവൻ US ഗ്രീൻ കാർഡ് ഹോൾഡറാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടേക്ക് വരുന്നു. അവനെ എയർപോർട്ടിൽ സാധാരണ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നത് പോലെ, പ്രത്യേകിച്ച് മുസ്ലിമായിട്ടുള്ള പേരുള്ള ആളുകളെ ചെയ്യുന്നത് പോലെ ഒന്ന് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നു. US സിറ്റിസൺ ആയിട്ടുള്ള ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും ചോദിക്കാനില്ലല്ലോ. ചോദിച്ചാൽ അത് വേറെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ ആൾ അകത്തേക്ക് കയറ്റി വിട്ടു. പിന്നെ നമ്മൾ കാണുന്നത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആൾ കത്തിയെടുത്ത് ഇവിടെ പല ആളുകളെയും വെട്ടയും കുത്തയും വെടിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ നടന്ന് പരിക്ക് പറ്റി ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു അക്രമ സംഭവം ഇവിടെ ഉണ്ടായി. അത് നടന്നതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം എന്തായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഉച്ചമുക്കാലായ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എയർപോർട്ട് സജീവമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ ഷബ്ബത്ത്, ഇവരുടെ ഞായറാഴ്ച, അതിൻ്റെ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നും പറയാം. പക്ഷേ എന്നോട് അവിടെ മാറിയിരിക്കാൻ പറഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കാൻ വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ടും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് അവരകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വരുന്നു, ഒരു സൈനിക ഉദ്യോഗസ്ഥ വരുന്നു. അവർ വന്നിട്ട് അവരുടെ ചേംബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കാണാം ബോംബ് ഷെൽട്ടർ. അപ്പോൾ ബോംബ് ഷെൽട്ടറിനെ കുറിച്ചും കൂടി നമുക്ക് പറയണം. ഇവിടെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും കാണുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ബോംബ് വീഴുക, അതിൽ നിന്നും അഭയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് തിരയുക, അത് ഒരു ജീവിതത്തിൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളൊരു കൂട്ടം ജനത. ഇതാണ് ഇവിടുത്തെ കഥ എന്ന് പറയുന്നത്. ആ കഥയിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ ആദ്യം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ബാക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു ചേംബറിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ അവിടെ ബോംബ് ഷെൽട്ടറുകൾ കാണാം. ഈ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലാതെയുള്ള ആളുകൾക്കുള്ളത് വേറെയും പുറത്തുമുണ്ട്. എന്തായാലും അതിൻ്റെ വഴി കൂടെ അങ്ങ് കടന്ന് നമ്മൾ ഇവരുടെ ചേംബറിലേക്ക് കൊണ്ടുവന്നു. ഒരു വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു റൂം, നമ്പർ ലോക്കൊക്കെ വെച്ച് തുറന്ന് അകത്തേക്ക് കയറുന്നു. വാതിലടയ്ക്കുന്നു. അതിനകത്ത് വേറെ ആരുമില്ല, കുറേ ക്യാമറയുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അവിടുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ചിത്രങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആദ്യമായിട്ടാണോ ഇസ്രായേലിൽ വരുന്നത്? ഒറ്റ ചോദ്യം. ഞാൻ പറഞ്ഞു അതെ, ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുന്നേ എവിടെയൊക്കെ പോയിട്ടുണ്ട്, പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ഭാഗ്യത്തിന് ദുബായിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നീട് ആരാണ്, എന്താണ്, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, പിന്നെ അതുകൂടാതെ നമ്മൾ വന്ന ടീമിൻ്റെ പ്രത്യേകത, ആരാണ് അവർ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ. അതുകൂടാതെ ബാപ്പായുടെ പേര്, ഉമ്മയുടെ പേര്, പിന്നെ വല്യുപ്പാൻ്റെ പേര്, ഇതൊക്കെ നമ്മളോട് ചോദിച്ചു. വല്യുപ്പാൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ചു, ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു തവണ പോലും വല്യുപ്പാൻ്റെ പേര് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് വേർത്തു. ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമാവണ്ട, ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് ആലോചിച്ചെടുത്തു. പിന്നെ എളുപ്പമായിരുന്നു, കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൻ്റെ അവസാനം TM എന്നാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ TM എന്നുണ്ട് പേര്, അതായത് ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ്. വാപ്പാൻ്റെ പേര് മുഹമ്മദ് TM എന്നാണ്. അപ്പോൾ വാപ്പാൻ്റെ പേരിൻ്റെ ആ TMൽ M എന്ന് പറയുന്നത് വല്യപ്പാൻ്റെ പേരാണ്, അത് മൊയ്തുണ്ണി എന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തു പോകാനുള്ള എളുപ്പമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു, അത് പറഞ്ഞു. പക്ഷെ എന്നാലും ഒന്ന് വേർത്ത് പോയി. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആകാംക്ഷ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, മുസ്ലിമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞു. ഓ, എക്സ് മുസ്ലിമോ, അതെന്തൊട്ടാ സാധനം, ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എക്സ് ബിരിയാണി എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് ജൂതൻ പോലും എന്നോട് ചോദിച്ചു. ഇതാണ് അവസ്ഥ. ലേശം ചായ കാപ്പി കുടിച്ചാളുടെ. അപ്പോൾ എന്നോട് ചോദിച്ചു അതെന്തൊട്ടാ സാധനം, എക്സ് മുസ്ലിം. അപ്പം ഞാൻ പറഞ്ഞു എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രസ്ഥാനമാണ്, അതിൻ്റെ ചരിത്രം കുറച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അവരതെല്ലാം കേട്ടിരുന്നു, അവർ എല്ലാം കേൾക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ അത് പറഞ്ഞു.
അപ്പനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല, എനിക്കിപ്പോൾ ദൈവങ്ങളൊന്നുമില്ല, ഞാനൊരു ഏത്തീസ്റ്റാണ്, ഒരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഒരു നിരീശ്വരനാണ് എന്ന് പറഞ്ഞു. ഈശ്വര വിശ്വാസമില്ല, ഈശ്വരന്മാർ വേണമെന്ന് ചിന്തിക്കുന്നുമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുത്തു. അവരെടുത്ത വഴിക്കിനോട് ചോദിച്ചത്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ജൂതമതത്തിൽ ചേർന്നൂടെ എന്ന് ചോദിച്ചു, ജൂത മതവിശ്വാസി ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ചോദ്യത്തിൽ ഒരു കഴമ്പില്ലാതെ ഇല്ല, വേണമെങ്കിൽ ചേരാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ജൂതനാവുന്നതിനേക്കാൾ നല്ലത് ഹിന്ദുമതത്തിൽ ജോയിൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അത് നമ്മളൊരു എത്തനോ റിലീജിയസ് ഒരു കോമ്പിനേഷൻ കൂടി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ആണെന്നാണല്ലോ പറയുക. എല്ലാ മുസ്ലിം ആണെങ്കിൽ പോലും നിങ്ങളൊരു ഹിന്ദു ആണ്. കാരണം എന്താണ്, നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഹിന്ദു ആണ്. അപ്പോൾ എനിക്കിനിപ്പോൾ ഒരു ദൈവവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദുമതം അല്ലെങ്കിൽ അതിലെ ആശയങ്ങൾ എടുക്കുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം. ഏതായാലും അത് നമുക്ക് വേണ്ടി വന്നിട്ടില്ല, ആവശ്യം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു പ്രശ്നവും നേരിടുന്നില്ല, സോ അത് വേണ്ടി വന്നില്ല. ഏതായാലും ജൂതമതത്തിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അപ്പോൾ നമ്മളെ നോൺ റിലീജിയസ് സിറ്റിസൺസ് അതിനെക്കുറിച്ച് പറയുന്നു, എക്സ് മുസ്ലിം സംഘടനയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് ചാനലെടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഭാഗ്യത്തിന് നമ്മൾ ഹനന്യ നഫ്താലീനെയൊക്കെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ തീരുമാനമായി. പിന്നെ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു സൂചന കിട്ടിയപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ അതിൽ ഈ വീഡിയോ എടുക്കാനും ലിങ്ക് എടുക്കാനും ഒക്കെ ഉള്ള ഒരു താമസം മാത്രം, അല്ലാതെയുള്ള വേറെ കൂടുതൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നമ്മളെ ഉത്തരം മുട്ടിക്കുന്നൊരു അവസരം ഉണ്ടായിട്ടില്ല. പറഞ്ഞു വന്നത്, ഇതേപോലുള്ള ചോദ്യങ്ങൾ ആരും ഫേസ് ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തു നിന്ന് എവിടുന്ന ആൾ വന്നാലും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുമ്പോൾ അവർക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ചോദിക്കും. ഇത് എല്ലായിടത്തും ആരും ചെയ്യുന്ന കാര്യമാണ്. ഇനി നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കുന്ന സമയത്ത്, അവർ നോക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു പാകപ്പിഴ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഒരു ചേർച്ചയില്ലായ്മ അത് ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ഇത്രയും ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മളെക്കുറിച്ച് അവർ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അവർ പിന്നീട് നമ്മളോട് കൂടുതലൊന്നും ചോദിക്കാതെ നമ്മളെ പാസ്പോർട്ട് കയ്യിൽ തന്ന് പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞ്, പാസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ, ഇപ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആദ്യം ഞാൻ വെയിറ്റ് ചെയ്തത് കുറച്ച് പേര് ഇരിക്കുന്ന ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ഒരു സ്ഥലമാണ്. ഒരു കൂടിപ്പോയാൽ ഒരു 10-12 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം, ഒരു യു ഷേപ്പിൽ സോഫ, ഈ സീറ്റ് ഇട്ടിട്ടുള്ള ഒരു സ്ഥലം. തിരിച്ചു ചെല്ലുമ്പോൾ അത് മുഴുവനായിട്ടുണ്ട്, അത് ഫുള്ളായിട്ടുണ്ട്. മൊത്തം നമ്മളുടെ കാക്കാമാരാണെന്ന് വേണമെങ്കിൽ പറയാം. 1-2 ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വേറെ അവിടെ ഉണ്ട്. മീൻസ് തലയിൽ ഹിജാബ് ഇടാത്ത ആളുകൾ 2 പേര്, 2-3 പേര്. ബാക്കി മുഴുവൻ ഹിജാബികളായിട്ടുള്ള സ്ത്രീകളും പിന്നെ അവരോടൊപ്പം കുറച്ച് പുരുഷന്മാരും എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന വലിയൊരു സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അവിടെ വേറെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുസ്ലിം പേരും മുസ്ലിം ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയും ഇസ്ലാം മതവും ലോകത്ത് ഇതേപോലെ ഒരു സംശയത്തിൻ്റെ മുന്നിലേക്ക് എയർപോർട്ടുകളിൽ മുതൽ ഇതുപോലെ എത്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. അതിന് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ സുരക്ഷാ സംവിധാനം അതിലേർപ്പെടുന്ന അത് നടപ്പിലാക്കുന്ന ആളുകളെ നിങ്ങൾ തെറി പറഞ്ഞുകൊണ്ടൊന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, മൊറോക്കോക്കാരനായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ആ യുവാവ് വന്ന് 2 ദിവസം മുന്നേ, ഒരു ദിവസം മുന്നെയാണ് ഇസ്രായേലിൽ ഒരു കത്തിക്കുത്ത് നടത്തിയത്. വന്നത് ഇതേപോലെ എയർപോർട്ട് വഴി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലവരൊരു പ്രശ്നം നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മറിച്ച് ചിന്തിക്കും. ഇതാണ് അവിടെ കാണുന്നത്. അവരുടെ സുരക്ഷ അത് അവർ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു പ്രശ്നം. അപ്പോൾ എയർപോർട്ടിലെ വിഷയം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതൊക്കെയാണ്. ഇനി എയർപോർട്ടിലേക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ വെൽക്കം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റേജസായിട്ട് തട്ടിക്കൊണ്ടുപോയ സിവിലിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, വയസ്സായ ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തരെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അവരുടെ ചിത്രങ്ങൾ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എയർപോർട്ട് മുഴുവൻ അതിൻ്റെ ചുമരുകളിലും പല സ്ഥലങ്ങളിലായിട്ട് അവിടെ നാട്ടി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ, അത് വന്നിറങ്ങുന്ന എയർപോർട്ട് മുതൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ഏതൊരു
അങ്ങാടിയിലും ഏതൊരു ജംഗ്ഷനിൽ ചെന്നാലും അതിൻ്റെ ഓർമ്മകളുമായിട്ട് അവിടെ കൊണ്ട് നടക്കുകയാണ്. ഇതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. യെസ്, ഇതാണ് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട ഈ വിഷയത്തിൻ്റെ ഒരു ആകത്തുക ഇത്രയേ ഉള്ളൂ. മാഹീനെ സംബന്ധിച്ചിടത്തോളം മാഹീൻ നടത്തിയിട്ടുള്ള യാത്രകളായാലും മാഹീനോട് ചോദിക്കുമ്പോൾ മാഹീൻ പറയുന്ന ഉത്തരങ്ങളായാലും ഏത് വിധേനയാണ് ഉണ്ടാവുക? ഇതാണ് നമ്മൾ കണ്ടത്. മാഹീൻ തന്നെ വീഡിയോകളിൽ പലതിലും പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. ഹമാസ് തീവ്രവാദികൾ എന്ന് പോലും വിളിക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തി പിന്നീട് എപ്പോഴോ ഒന്ന് ഹമാസ് തീവ്രവാദി എന്ന് നമ്മളെ നോവ ഫെസ്റ്റിവൽ സൈറ്റിൽ പോയപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു സൂചിപ്പിക്കുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. അതായത് തീവ്രവാദികൾ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? താലിബാനികളോടൊപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ കണ്ടില്ല ഞാൻ താലിബാനിയെ തൊട്ടല്ലോ, അവർ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അട്രോസിറ്റീസ്, അവർ നടപ്പിലാക്കുന്ന കിരാതമായ കാര്യങ്ങളെ മുഴുവൻ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് താലിബാൻ ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ അതല്ലാതെ ആകുന്നില്ല. ഇത് ഓർക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളായിട്ടും അതല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ട് മാറി അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാഴ്ച വരുമ്പോൾ അതിനെ നമുക്ക് അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഏത് കണ്ണോടുകൂടി കാണണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് ഒരു പ്രശ്നം തന്നെയാണത്. ഒരു ഒഫീഷ്യലി ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബോഡി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അവരുമായിട്ട് സംസാരിക്കുന്നതും വ്യക്തികൾ എന്നുള്ള രീതിയിൽ അവിടെ പോയിക്കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല താലിബാൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വീടിന് ജനൽ പോലും പാടില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ അവിടെ കശാപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു, പട്ടിണിക്കിടുന്നു, അവർക്കൊരു പോളിയോ വാക്സിൻ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ നിരന്തരം വിദ്യാഭ്യാസം നിഷേധിക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ധ്വംസനങ്ങളും അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുകളെ അവിടെ പോയിട്ട് അവരോടൊപ്പം തോളിൽ കൈയിട്ടിട്ട് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഇവർ എന്ന് പറയുന്ന ഒരു മാഹീനെക്കുറിച്ച് ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കണം എന്നാണ് മാഹീൻ ധരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങളിവിടെ വന്നതിലും ഒരു വലിയ സംശയം പ്രകടിപ്പിക്കാനും അത് ദൂരീകരിക്കുന്നത് വരേക്കും നിങ്ങളെ ചൂഴ്ന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിലും നിങ്ങളുടെ ബാഗേജുകൾ ഇതേപോലെ കുത്തി തുറന്ന് പരിശോധിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണ് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. കയ്യിലിരിപ്പ് അതാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. കയ്യിലിരിപ്പ് നന്നായാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു സ്വർഗം അതിനകത്ത് ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാം. ഈ ലോകമാണ് സ്വർഗം, അത് ആദ്യം തിരിച്ചറിയുക. അതല്ലാതെ ഞാൻ വേറെയും ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞ പോലെ അതിപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എവിടെയാണെന്ന് ഓർക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അത്ര വലിയ ബ്ലോഗർ അല്ലാത്തതുകൊണ്ട് വിട്ടുപോയെന്നാണ്. പോട്ടെ, പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഗാസ എന്ന് പറയുന്ന മറ്റൊരു പാലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, അതിൻ്റെ ഗാസ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇത് നമ്മൾ മനസ്സിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഏതെങ്കിലും രണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെയൊക്കെ നിലനിൽക്കുന്ന ഏതെങ്കിലും രണ്ട് പ്രദേശങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ഇത് ഒരേ മരുഭൂമിയിൽ ഒരേ പ്രദേശത്തിൻ്റെ വെറുതെ അതിര് തിരിച്ച് കെട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ്. എന്ന് വെച്ചാൽ മരുഭൂമി എന്ന് തന്നെ നമുക്ക് പറയാം. അതിനകത്ത് വരകൾ മാത്രമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇത് ഇസ്രായേലെന്നും അത് ഗാസയെന്നും പലസ്തീനെന്നൊക്കെ. അങ്ങനെയുള്ള സമയത്ത് അതിനകത്ത് ഉള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്, കാതലായ വ്യത്യാസമുണ്ട്. കാരണം ഒരു വശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ അവർ ജീവിക്കാൻ വേണ്ടി മരിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ അവരുടെ സോവറിനിറ്റി കീപ്പ് ചെയ്യാനും അവരുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാനും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും മുൻകാലങ്ങളിൽ നടന്നുപോയിട്ടുള്ള കാര്യങ്ങളെ മറന്ന് മുന്നോട്ട് ജീവിക്കാനും തങ്ങളുടെ അയൽവാസികളായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം ഊഷ്മളമാക്കിക്കൊണ്ട് നിലനിൽക്കാനും എല്ലാം തയ്യാറാകുന്ന ഒരു രാജ്യം എന്ന് വരുന്നിടത്ത് മറുവശത്ത് ഒരു വരയ്ക്കപ്പുറം നിൽക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? കൊല്ലപ്പെടാനും മരിക്കാനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾ. ഇതാണ് വ്യത്യാസം. അവരെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണം, എന്നാലാണ് അവർക്കൊരു സമാധാനമുള്ളൂ എന്നുള്ള രീതിയിൽ, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നുള്ള രീതിയിൽ. സ്വാതന്ത്ര്യമോ സമാധാനമോ ഇതൊന്നും അവരുടെ മുന്നിൽ ഒരു ഘടകമേ ആകുന്നില്ല, ഒരു ലക്ഷ്യമേ ആകുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഡിഫറൻസ് കിടക്കുന്നത്.
ആ രീതിയിലേക്ക് കാര്യങ്ങൾ വെക്കുമ്പോൾ അവിടെ പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗാസയിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ A ഫോർ ആപ്പിൾ എന്നും B ഫോർ ബോൾ എന്നും ബൈസിക്കിൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിന് പകരം അവരവിടെ പഠിക്കുന്നത് എന്താണ് H ഫോർ ഹൂറി, J ഫോർ ജിഹാദ് എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഞാൻ എന്തോ നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വന്നു. അവരറിയാൻ വേണ്ടിയിട്ട് പറയാണ്, UNRWA എന്ന് പറയുന്ന UN അതിൻ്റെ കീഴിലുള്ളൊരു ബോഡി, അത് പാലസ്തീനിയൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് കെട്ടിപ്പടുത്തിട്ടുള്ളൊരു സാധനമാണ്. അതിൽപ്പെട്ട ആളുകളാണ്, അതിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് ഈ ഒക്ടോബർ 7 നടന്ന തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളിവിടെ ഉണ്ട്. UN പോലും അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ഇനി അതുകൂടാതെ UN നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷപാതിത്വപരമായിട്ടുള്ള രീതികളെ ഇവിടെ ലോകം വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. UN-നെ ഡീഫണ്ട് ചെയ്യുന്നതിന് പോലും ഇനി അടുത്ത ഘട്ടം നമുക്ക് കാണാം. കാരണം അവിടെയാണ് എത്തി നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവരുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിലെന്താ പഠിപ്പിക്കുന്നത്? അതിലാണ് ഈ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്താണ്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എണ്ണാൻ പഠിപ്പിക്കുന്നത് നമ്മൾ ആപ്പിളിൻ്റെ എണ്ണം അല്ലെങ്കിൽ മാങ്ങയുടെ എണ്ണം ഒക്കെ വെച്ചിട്ട് 1, 2, 3 എന്നൊക്കെ നമ്മൾ എണ്ണാൻ പഠിപ്പിക്കുമ്പോൾ ഈ UNRWAയുടെ കീഴിലുള്ള സ്കൂളുകളിൽ അവർ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ അവിടെ കാണുന്നത് വെടിയുണ്ടയുടെ എണ്ണം, കുത്തു കൊടുക്കുന്നതിൻ്റെ എണ്ണം, മരിച്ചു വീണ് കിടക്കുന്ന സൂയിസൈഡ് ബോംബർമാരുടെ എണ്ണം, ഇതുപോലെയാണ് എണ്ണം പഠിപ്പിക്കുന്നത്. ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ശബ്ദങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ ജിഹാദിലെ ഹ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനുള്ള തെളിവുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് മിഡിൽ ഈസ്റ്റിലുള്ള സ്കൂളുകളിലുള്ള ആൻറ്റിസെമിറ്റിസം, ടെക്സ്റ്റ് ബുക്കുകളിൽ ആൻറ്റിസെമിറ്റിസത്തെക്കുറിച്ച് മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-8 മാസം മുന്നെങ്കിലുമാണ്. എനിക്കത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 5-8 മാസം മുന്നേ ചെയ്ത ആ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച ആ ചിത്രങ്ങളും ആ ടെക്സ്റ്റ് ബുക്കുകളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൽ കാണിച്ചിട്ടുള്ള വീഡിയോ അടക്കം ഇതെല്ലാം ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പഠന റിപ്പോർട്ടായിട്ട് വെക്കുകയും അതുകൂടാതെ പത്രങ്ങളിൽ വരികയും ചെയ്തതിൽ നിന്ന് ഞാനെടുത്ത സാധനങ്ങൾ ആരാണോ ചെയ്തത് ആ ബോഡിയുമായിട്ടായിരുന്നു നമുക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതാണ് ഇതിലെ കാര്യം. എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഈ ആൻറ്റിസെമിറ്റിസം, ഇവിടെ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പല പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പരിഷ്കരണം. സൗദി അറേബ്യ അടക്കം UAE അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്ന ആൻറ്റിസെമിറ്റിസം എടുത്തു കളയുന്നതിന് കാരണമായി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുമ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മളെടുത്ത് വെക്കുമ്പോൾ ഞാനത് നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇത് പഴയ കാര്യമാണ്. പുതുക്കിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് കാണാൻ കഴിയുക, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുക, ജൂതന്മാരുടെ സെലിബ്രേഷൻസിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, മുസ്ലിങ്ങളുടെ സെലിബ്രേഷൻസിൽ ജൂതന്മാർ പങ്കെടുക്കുന്നതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ, സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ പാഠങ്ങളാണ് ഇന്നിപ്പോൾ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളത്. അത് 2019 ശേഷമാണ് ആ മാറ്റം എന്ന് പറയുന്നത്. ഇത് അതിന് മുന്നേയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഗാസ സമാധാനത്തിൽ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. ബിക്കോസ് അവർ കുത്തി നിറച്ചുകൊണ്ടിരുന്നത് ഈ ആൻറ്റിസെമിറ്റിസമാണ്. ഈ ആൻറ്റിസെമിറ്റിസം അതിന് വേണ്ടിയിട്ടാണ് പണം അവർ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. UN ആ ബോഡിക്ക് നമ്മളുടെ ടാക്സ് മണി നമ്മൾ പേ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് UN കൊടുക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് വളർത്തിയിരുന്നത് തീവ്രവാദമായിരുന്നു. UNRWA പോലെയുള്ള തീവ്രവാദ സംഘടനകളെയാണ് വളർത്തിയിരുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടാക്സ് പെയർ എന്നുള്ള രീതിയിൽ എനിക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇതിനെക്കുറിച്ച് അറിയുക, മനസ്സിലാക്കുക, പറയുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിത് പറയുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇത് പറയാനുള്ളത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഓരോരോ വിഷയങ്ങളായിട്ട് പോകുമ്പോൾ. ഞാനിത് ചാപ്റ്ററായിട്ട് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാട് കയറി പോകുന്നുണ്ടാവും. കാര്യമാക്കണ്ട. ഇനി ഇത് പറയാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് ഇന്ന് പറയാനുള്ളത് മുഴുവൻ ഒന്ന് പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, അതുപോലെ തന്നെ എയർപോർട്ടുകളിൽ നമ്മൾ കാണുന്ന ഇത്തരം വിഷയങ്ങളിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഇസ്ലാം തന്നെയാവുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ എന്നെ പിച്ചിയെ, മാന്തിയെ, ലഗേജ് പിച്ച് പറിച്ച് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ പോലുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് അക്കാര്യത്തിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: കയ്യിലിരിപ്പ് നന്നാക്കുക. കയ്യിലിരിപ്പ് നന്നാക്കിയാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം, ഏത് രാജ്യത്തും പോവാം, ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ജീവിക്കാം. ഈ ലോകം നിങ്ങൾക്കൊരു സമാധാനപൂർവ്വമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാക്കി മാറ്റാം എന്ന് ഞാൻ
അവസാനമായിട്ട് ആ ഒരു കാര്യത്തിലൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇവിടെ കാണുന്ന മറ്റ് ചില അനുഭവങ്ങളിലൂടെയും കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ നമുക്ക് സ്ട്രേ ഡോഗ്സിനെ കാണാനില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത്, കേരളത്തിൽ ജീവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വളരെയധികം ലാഘവത്തോടു കൂടി എടുക്കുന്നൊരു വിഷയമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിത് പുതുമയുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ അധിക സ്ഥലത്തൊന്നും പോയിട്ടില്ല, പക്ഷെ പോയതിൽ വെച്ചത് ഉള്ളത് നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ ഒരു മൈക്രോ ഡിസ്കിലേക്ക് അത് മാറ്റിയാൽ എങ്ങനെയിരിക്കും, അതിൻ്റെ ആ ഒരു ബിഗ് പിക്ചർ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു രാജ്യത്തേക്ക് നമ്മളിങ്ങനെ ഒരു മൈക്രോകോസം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കുമോ, അതുപോലെയാണ് എനിക്ക് ഇസ്രായേലിനെ അനുഭവപ്പെട്ടത്. എന്നുവെച്ചാൽ ഒരു വലിയ ഇന്ത്യ ചുരുക്കി നമ്മളൊരു ഇസ്രായേലിൻ്റെ ഒരു സൈസിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളത്. ഇതാണ് ഇസ്രായേലിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ചിത്രം എനിക്ക് കിട്ടിയത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി, വലിയ രാജ്യമാണ്. നമ്മളിങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ പോയാൽ വേറൊരു സംസ്കാരം, കർണാടകയിൽ പോയാൽ മറ്റൊന്ന്, ഗുജറാത്തിൽ പോയാൽ മറ്റൊന്ന്, മഹാരാഷ്ട്രയിൽ പോയാലൊന്ന്, നോർത്ത് ഈസ്റ്റിൽ പോയാൽ വേറെ ഒരെണ്ണം, കാശ്മീരിൽ പോയാൽ വേറൊരെണ്ണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ മനസ്സിൽ കൊണ്ടുവരുന്ന എന്താണ്? വൈവിധ്യങ്ങളാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു വിഷയം. ഭക്ഷണത്തിൽ, ഭാഷയിൽ, വേഷവിധാനത്തിൽ, അവരുടെ ആളുകളിലെ രൂപത്തിൽ, പെരുമാറ്റത്തിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാധനം നമ്മൾ ഇസ്രായേലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്കത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നൊരു വിഷയം, അല്ലെങ്കിൽ ജൂതവേട്ട നടന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെയൊക്കെ തുടർച്ചയായിക്കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു ആലിയകൾ, കുടിയേറ്റം എന്നൊക്കെ നമ്മൾ പറയാറുള്ള തരത്തിലുള്ള ജൂത രാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് അവർ കണക്കിലെടുത്ത് ഇസ്രായേലിലേക്ക് വണ്ടി കയറി വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ പല ദിക്കുകളിലുള്ള ജൂതന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ചില ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. താനേക്കാരിയായിട്ടുള്ളൊരു ജൂത വനിതയെ നമ്മൾ കണ്ടു. ഒരു യൂട്യൂബറാണ്, നമ്മളുടെ ഒരു സഹ പോഡ്കാസ്റ്ററാണ്. ആളെ നമ്മൾ കണ്ടിരുന്നു. അവരുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ ഉണ്ട്. ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു, സമയമുണ്ടാവും. അതുകൂടാതെ ബാഗ്ദാദിയായിട്ടുള്ള കൊൽക്കത്തയിലുണ്ടായിരുന്ന ബാഗ്ദാദി ഇറാഖിൽ നിന്നും വന്ന് അവിടെ കൊൽക്കത്തയിൽ സെറ്റിൽ ചെയ്ത് ഇന്ത്യയിൽ കാലങ്ങളോളം ജീവിച്ച് പിന്നീട് ജൂതരാഷ്ട്രമുണ്ടായപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ബാഗ്ദാദി ജൂതനെ നമ്മൾ കണ്ടു. അദ്ദേഹം വളരെ മികച്ച പാട്ടുകാരനൊക്കെയാണ്. ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കാം, ഇവിടെ ഉണ്ടാവും. അതേപോലെ റഷ്യയിൽ നിന്ന് വന്നവർ, പോളണ്ടിൽ നിന്ന് വന്നവർ, ജർമ്മനിയിൽ നിന്ന് വന്നവർ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള ജൂതന്മാരെന്ന് പറയുന്നത്. ഇതാണ് ഒരു വൈവിധ്യം. അപ്പോൾ ദേശത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഭാഷയുടെ വ്യത്യാസങ്ങൾ അവിടെ തന്നെ വന്നു. ഇനി അതുകൂടാതെ അവരുടെ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം കൂടി അവിടെ വരികയാണ്. അറബ് ജൂതന്മാർ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഒരു അറബ് ജ്യൂയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. വളരെ മികച്ച ഷവർമയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്നാണ്. മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ സ്പാനിഷ് ജ്യൂസ്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളത് വേറെ ഭക്ഷണങ്ങൾ. അങ്ങനെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച വെറൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വേഷം, എല്ലാത്തിലും നമുക്കത് അവിടെ കാണാൻ കഴിയുന്നു. ഇതോടൊപ്പം മറ്റൊരു വൈവിധ്യം എന്ന് പറയുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള ഒരു വൈവിധ്യം കൂടിയാണ്. അത് പക്ഷേ അക്കാര്യത്തിൽ ഇസ്രായേലിനെ നമ്മൾ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല ആളുകളെയും മീറ്റ് ചെയ്യുന്നു, പല മീറ്റിങ്ങുകൾക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ മിക്കവാറും ഒരു പാനലാണ് ഉണ്ടാവുക. ഒരു ജൂതനെയല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ബോഡിയിലുള്ള 2-3 പേര് കാണും. അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു ഡെലിഗേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ 10-13 പേരുള്ളപ്പോൾ ഞങ്ങളിൽ തന്നെ ചില കൊടും സംഖ്യകളും ചില വോക്കുകളും ചില ഇടതുപക്ഷക്കാരും നമ്മളെപ്പോലെയുള്ള ചില എക്സ് മുസ്ലിങ്ങളും വിശ്വാസികളും അതുപോലെ സനാതനി മുസ്ലിങ്ങളും എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണോ ഉള്ളത്, അതേപോലെ കുറച്ചും കൂടിയും മികച്ച രീതിയിലാണ് ആ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയില്ല, നമ്മളെ ആരോ പിടിച്ച് കൂട്ടിലിട്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നായത് എന്ന് വെച്ചാൽ ഈ ഡെലിഗേഷൻ വന്നത്. നമുക്കങ്ങനെ പേഴ്സണലി അവരായിട്ട് നേരിട്ട് ബന്ധമോ ഒന്നുമില്ല, കാരണം ഈ ഡെലിഗേഷൻ അവരാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മുന്നിൽ വരുന്ന ആളുകൾ അവർ ഇടതുപക്ഷക്കാരനുണ്ട്,
തീവ്ര വലതുപക്ഷക്കാരനുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, വിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട്, എത്തിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ഇതിൽ പെടാത്തൊരാളുകൾ ട്രഡീഷണൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ. അവർ ഈ ഒരു മേഖലയിലേക്കേ ഇല്ല. അവരുടെ ഒരു മറ്റേ ജൂയിഷ് മദ്രസയിൽ അവർ കാലം തള്ളി നീക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലോകം മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു, ഈ യഥാർത്ഥ ഇസ്ലാം കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ കുരങ്ങനും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഈ ജൂതന്മാരുടെ കാര്യത്തിലും ശരിയാണ്, ഈ ഓർത്തഡോക്സ് ജൂതന്മാരുടെ കാര്യത്തിലും. ലോകം മുഴുവൻ ഓർത്തഡോക്സ് ജൂതന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യനും കുരങ്ങനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു സംശയമില്ല. കാരണം അവരുടെ പ്രാർത്ഥനയും തോറയും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ ഇസ്രായേലിൽ കാണുന്ന ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള വിഷയങ്ങളിലും അവർക്കൊരു പങ്കുമില്ല. അവരതിൻ്റെ എന്താ പറയുക, പാരസൈറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നുണഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട്. കാരണം അവരുടെ എന്താ പറയുക, ഫാമിലി സൈസ് എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും 7-8 കുട്ടികളാണ് ഓരോ ഫാമിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം വലിയ വളർച്ചയും കാണിക്കുന്ന ഒരു പോസിറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടിയാണ് ഈ പറയുന്ന ഓർത്തഡോക്സ് ജ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവരുടെ പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ഇക്കണോമിക് അല്ലെങ്കിൽ സോഷ്യലൊക്കെ ആയിട്ടുള്ള മേഖലകളിൽ ഒന്നും തന്നെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതും കൂടാതെ ഈ റിലീജിയസ് ആയിട്ടുള്ള സംഗതികൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് ഇവിടെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ശബ്ബത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റിയിൽ അത് അത്ര വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു ഹർത്താൽ മാതിരിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് വന്ന് നിന്ന് ഇടതും വലതും നടുവുള്ള ആളുകൾ എല്ലാവരും ഒരേപോലെ ഇരുന്നു കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അത് ക്യാൻസൽ ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായമാണ് എന്നുള്ള രീതിയിൽ അതിനെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു രാജ്യം, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ആ ഒരു തരത്തിലുള്ള കോ എക്സിസ്റ്റൻസ് അത് നമുക്കൊരു മാതൃകയാണ്. അത് ഇവിടെ ഒന്ന് പറയുകയാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. അവൻ ഇടതനാണ്, അവൻ വലതനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതി, അതല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. വളരെ മികച്ച ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് അത് അനുഭവപ്പെട്ടു. നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നിടത്ത് അവർ തമ്മിൽ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിട്ട് അവർ തമ്മിൽ അത് ഡിബേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നാൽ മതി. കാരണം അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യണം. എന്നാൽ കല്ലേറും ചീത്തവിളിയൊന്നുമല്ല, ഉള്ള കാര്യം പറയേണ്ട പോലെ പറയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. വളരെ മികച്ചൊരു മാതൃകയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം നമ്മളൊന്ന് ഓർമ്മിക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു സാധനമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം. ഇവിടുത്തെ ഈ സ്ട്രേ ഡോഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആണ് നമ്മൾ കാട് കയറിപ്പോയത്. അതിലൊറ്റ കാര്യം പറയാനുള്ളൂ, എന്തുകൊണ്ട് ഇവിടെ ഈ സ്ട്രേ ഡോഗ്സ് ഇല്ല, എന്തുകൊണ്ട് കാക്കകൾ ഇതുപോലെ അപ്പിയിട്ട് നിറയ്ക്കുന്ന കാക്കകളോ ഇതൊന്നും അധികം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്നും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പേജർ ടെക്നോളജി മാത്രമല്ല, നിങ്ങൾക്ക് എന്തും ഇവിടുന്ന് എടുക്കാം. ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി നെതർലാൻഡ്സിൽ പോകുന്ന നമ്മളെ മന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത് നെതർലാൻഡ് വരെയൊന്നും പോകണ്ട, ഇവിടെ തന്നെ വന്നാൽ മതി എന്നാണ് ഈ പറയുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ മുഴുവൻ നമ്മൾ ഒന്ന് സഞ്ചരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച ഒരു അപ്പിയറൻസ് അത് ഉള്ളൊരു സംസ്ഥാനമാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. അത് മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ കാര്യം നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക. നമ്മൾ വന്ന സ്ഥലം കേരളം ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് മലയാളത്തിലായതുകൊണ്ട് നിങ്ങളറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെയധികം നമുക്ക് സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ്. പക്ഷേ വേണ്ടത് ഇച്ഛാശക്തിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യബോധമാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ടെക്നോളജിക്ക് ഒരു പഞ്ഞുമില്ല, അതുപോലെ ഹ്യൂമൻ റിസോഴ്സിന് ഒരു പഞ്ഞുമില്ല, ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, സമയവും ഇവിടെ ഉണ്ട്. പിന്നെ എന്താ ഇല്ലാത്തത്? ഇച്ഛാശക്തിയാണ് ഇല്ലാത്തത്, അതിനുള്ള ഒരു വിഷനാണ് ഇല്ലാത്തത്. അതുണ്ടായാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധയപ്പെട്ടത്, ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായിട്ട് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കേരളമാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ചെയ്തതാണ്. കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിയാണല്ലോ,
അപ്പോൾ കേരളത്തിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ നമുക്ക് തോന്നുന്നത് എന്താണ്, എന്തൊരു നശിച്ച നാടാണെന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിന് വെളിയിലുള്ള ആൾ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ കേരളം സ്വർഗ്ഗമാണെന്നാണ്. അതായത് നമ്മൾ ഇനിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്നും നേടിയിട്ടില്ല എന്നല്ല ഈ പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി പ്രൊആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ മികച്ച മാതൃകയായിട്ട് മാറുമെന്ന് മാത്രമല്ല, ഈ ടൂറിസം പൊട്ടൻഷ്യൽ ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കണ്ട ഒരു പ്രധാന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ജൂതന്മാരുമായിട്ട് എന്താ പറയുക, ഒരു കാലത്ത് ജൂതവിരുദ്ധനായിട്ട് നടന്നിരുന്ന ഞാൻ ഇടതും വലതും നടുക്കും മുകളിലും താഴെയൊക്കെ ജൂതന്മാരുമായിട്ട് നടക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ 3-4 ദിവസം. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവർ ഒരു വിനോദയാത്ര പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ അവരാദ്യം തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്, അതിൽ പ്രധാനപ്പെട്ട സ്ഥലം കേരളമാണ്, അതിൽ പ്രധാനപ്പെട്ട സ്ഥലം ആലപ്പുഴ, ഒന്ന് കൊച്ചി, ഇതുപോലുള്ള സ്ഥലങ്ങളാണ് അവർ എടുക്കുന്നത്. പല ആളുകളും ഞാൻ കൊച്ചിയിൽ വരാനിരിക്കുകയാണ്, ഞാൻ ആലപ്പിയിൽ വരാനിരിക്കുകയാണെന്ന് പറയുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് അവിടെ അതിന് വേണ്ട ഒരു സംവിധാനം ഒരുക്കാൻ എന്താണ് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്ക് സാധിക്കാത്തതെന്നാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത്. കാരണം അവരിവിടെ കാണുന്ന വിഷയം, ആ ഒരു രീതികൾ, ഇതിൻ്റെ ആ ഒരു വൃത്തി, നമ്മൾ വേറെ വലിയ ബിൽഡിങ് വേണമെന്നോ അല്ലെങ്കിൽ വലിയ കാറുകൾ വേണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. ഏറ്റവും മിനിമം വേണ്ടത് വൃത്തി, ആ ഒരു ഭംഗി നമ്മൾ കാത്തു സൂക്ഷിക്കുക, തനതായ രൂപത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന സാധനം, അത് ചെയ്യാൻ എന്താണ് നമുക്ക് ബുദ്ധിമുട്ട്? അത് ചെയ്താൽ പോരെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ചെയ്താൽ ഈ ടൂറിസം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചെറുതല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. വലിയ തോതിൽ കേരളത്തിന് ആ ഒരു മേഖലയിൽ മാതൃകയാകാനുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് നമ്മൾ ഓർക്കണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ടൂറിസം മേഖലയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പാരലലി നമുക്ക്, ഹൊറിസോണ്ടലി നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും പോളിസി മേക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കാര്യമായ ശ്രമങ്ങൾ നടത്തണമെന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി മറ്റേത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടെക്നോളജി വൈസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതുപോലെയുള്ള വിഷയങ്ങളിൽ, അതുപോലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി, അത് ഇവിടെ എന്നല്ല, ഒരു ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇവിടെ വളരെ മികച്ച രീതിയിൽ അത് ചെയ്യുന്നതാണ്. കണ്ടുവന്ന് പഠിക്കാൻ ഏറ്റവും എളുപ്പം വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ വന്ന് കാണാവുന്നതാണ്. ദുബായിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അവസാനമായിട്ടൊരു കാര്യം ഞാനൊന്ന് പറയുന്നത്, ഈ ഒരു ഇസ്രായേലിൽ നമ്മൾ വരുന്നു, ഹോളോകോസ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ. ഞാൻ ഈ സജി മാർക്കോസിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, ചെറുതായിട്ടൊന്ന് അതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. സജി മാർക്കോസ് കഴിഞ്ഞ ജാനുവരി 27 ഹോളോകോസ്റ്റ് റിമംബ്രൻസ് ഡേ ആണ്. അതായത് ഈ ജൂത കൂട്ടക്കൊല ഹിറ്റ്ലർ നടത്തിയതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ, ഇതാണ് ആ ദിവസം, ഒരു ഇൻ്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമംബ്രൻസ് ഡേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആളൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. ആൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന പോലൊരു ദിവസമാണ്, ഇൻ്റർനാഷണൽ ദിനമാണ്, ജൂതന്മാർ കുറേ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ആൾ പറയുന്നത് ജൂതന്മാർ മാത്രമല്ല കൊല്ലപ്പെട്ടത്. പോയിന്റ് നമ്പർ 1, ജൂതന്മാർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്ന് ജൂതന്മാർ പോലും പറയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ സമ്മതിക്കുന്നു. രണ്ടാമത്തത്, ഏതാണ്ട് ജൂതന്മാരോടൊപ്പം തന്നെ തുല്യമായ ആളുകൾ മറ്റുള്ള ആളുകളെയും കൊന്നു എന്ന് പറയുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ, എങ്ങനെയാണ് കൊന്നത് എന്നുള്ളതിൻ്റെ കുറേ രീതികളും പറഞ്ഞുകൊണ്ട് ആൾ അവസാനം പറഞ്ഞു വെക്കുന്നത്. പിന്നെ എന്തിനാണ് ജൂതന്മാർ മാത്രം ഇത് ഇത്ര വലിയ സംഭവമായിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജൂതന്മാർ ഇതേപോലെ 1948 മുതൽ കുറേ ആളുകളെ കൊന്നു തള്ളിയിട്ടില്ല, ജനോസൈഡ് നടത്തിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനം കറക്കി തിരിച്ച് കൊണ്ട് വെക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂത കൂട്ടക്കൊല, ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് അത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടങ്ങ് വെക്കുന്നു. ഇതാണ് പുള്ളിയുടെ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സജി മാർക്കോസ് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, പോയിന്റ് നമ്പർ 1, ജൂത കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. അതേപോലെ മറ്റുള്ള ആളുകളെ കൊന്നിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന ജൂതക്കൂട്ടക്കൊലയെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഇപ്പോൾ ജാനുവരി 27 ആ ഒരു ഓർമ്മ പുതുക്കൽ പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ലിബറേഷൻ ഓഫ് ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ലിബറേഷനാണ് അവിടെ ഓർക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്തുകൊണ്ട് ജൂതന്മാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ജനതയെ ഇൻഡസ്ട്രിയൽ കില്ലിങ്, അതായത് ഇതുപോലെ ഗ്യാസ് ചേമ്പറിലിട്ടും അല്ലാതെയൊക്കെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൊരു കൂട്ടക്കൊല.
അത് ജൂതന്മാർക്കെതിരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇപ്പോൾ ഈ ഓഷ്വിറ്റ്സ് അതുപോലെയുള്ള മറ്റ് പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും കൊണ്ടിട്ടുകൊണ്ട് ഇതുപോലെ കൊന്നു തള്ളിയത് അത് ജൂതന്മാരെ മാത്രമായിരുന്നു. മറ്റുള്ള ആളുകളെ കൊന്നിട്ടുണ്ടോ? ഉണ്ട്. അവരെങ്ങനെയാണ് കൊന്നത്? അവരെ പട്ടിണിക്കിട്ടിട്ടും അതുപോലെ ഫോഴ്സ്ഡ് ലേബർ നടത്തിയിട്ടൊക്കെയാണ് അവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനത, ഇപ്പോൾ അതിൽ ഒരു ജനതയെ മൊത്തം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ജനതയുടെ ഒരു ചെറിയ പേഴ്സൻറ്റേജിനെയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചിരുന്നത്. അത് തടവ് പുള്ളികളായിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകൾ, അങ്ങനെ അവരോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ എന്ന പോലെയുള്ള ആളുകളെ പിടിച്ച് കൊല്ലുക എന്നതായിരുന്നു അവരുടെ രീതി. എന്നാൽ ജൂതന്മാരുടെ കാര്യത്തിൽ അതായിരുന്നില്ല. ജൂതനാണോ അത് കുട്ടിയെന്നോ മുട്ടിയെന്നോ ഒരു വ്യത്യാസമില്ലാതെ ആ ഒരു എത്നിസിറ്റി അത് മൊത്തം അതിനെ തുടച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുകയും പച്ചയായ ആൻറ്റി സെമിറ്റിസം അത് പറഞ്ഞുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജൂതന്മാർക്കെതിരെ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ജൂത വിരുദ്ധത അല്ലെങ്കിൽ ജൂത കൂട്ടക്കൊലയെ, ഹോളോകോസ്റ്റിനെ നമ്മൾ ഇതുപോലെ എടുത്തു പറയേണ്ടി വരുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാക്ക, ഇതുപോലും മനസ്സിലാക്കാൻ ഇഷ്ടപ്പെട്ടില്ല, കാക്കയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല, ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണോ ഈ പറയുന്ന ഈ സജി മാർക്കോസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം വായിക്കാനുണ്ട്. ദ ഡാർക്ക് ടൂറിസ്റ്റ് എന്നാണ് ആൾ എഴുതിയത്. അത് മനസ്സിലായി, നിങ്ങളൊരു ഡാർക്ക് ടൂറിസ്റ്റ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി. നിങ്ങൾക്ക് സൗകര്യമുള്ളത് കാണുക, സൗകര്യമുള്ളത് മനസ്സിലാക്കുക. അതല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ഇത് നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ച് നിർത്തുന്നു, സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു നിർത്തുന്നു, സൗകര്യമുള്ളത് മാത്രം എടുത്ത് പറയുന്നു, സൗകര്യമുള്ളതുപോലെ നിങ്ങൾ പരത്തി പറയുന്നു, സൗകര്യമുള്ളിടത്ത് ഒരു സെക്കൻഡ്, ഒരു ആംബുലൻസ്, സൗകര്യമുള്ളിടത്ത് കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുന്നു. ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ വ്യാപകമായ രീതിയിൽ പദ്ധതി ഇട്ടുകൊണ്ട് ഒരു എക്സ്റ്റർമിനേഷൻ എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ആ ഒരു ജൂത കൂട്ടക്കൊല, അതിനെ നിങ്ങൾ ഇതേപോലെ ലഘൂകരിക്കാൻ വേണ്ടി കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് നമ്മളിവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള വടയും പരിപ്പും ഒക്കെ ആയിട്ട് ചായയൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് വരാം. ആ പോസ്റ്റ് നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം നമുക്ക് അധികം തരാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് 100 വർഷം മുന്നേ ഉള്ള ഏതോ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്തെല്ലാം പലസ്തീൻ എന്നാണ്, എവിടെ ഇസ്രായേൽ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സാധനം. നമ്മളതിനെ പറഞ്ഞു പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പറയുന്നതിന് പകരം, അതിനുള്ള തെളിവുകൾ കാണിച്ചു തരുമ്പോൾ അത് നിഷേധിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് പകരം നമ്മൾ ഇതാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള ഇതുള്ളൂ. നിങ്ങൾ ആദ്യം ഒരു ഇൻ്റലക്ച്വൽ ഒരു ഇൻറ്റഗ്രിറ്റി നിങ്ങളാദ്യം കാണിക്കുക. നിങ്ങൾ ഈ ഒളിപ്പിച്ച് വെക്കുന്നതും ഈ കാപട്യം പുറത്തെടുക്കുന്നതും നിങ്ങൾ നിർത്തുക. എന്നാലേ നിങ്ങൾക്ക് ഇത് അർഹിക്കുന്നുള്ളൂ, അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് റിഡിക്യൂളാണ്, പബ്ലിക് ഷെയ്മിംഗ് ആണ്. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് കാലങ്ങളായിട്ട് തുടങ്ങിയ സംഗതിയാണ്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചയ്ക്ക് അതിനെ എതിർത്തിരിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം അവസാനം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കയ്യിലിരിപ്പ് നന്നായാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. കയ്യിലിരിപ്പ് നന്നായാൽ ഈ ലോകം നമുക്ക് മികച്ചതാക്കാൻ പറ്റും. കയ്യിലിരിപ്പ് നന്നായാൽ കാര്യങ്ങൾ നമുക്ക് ഒരു വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും എന്നതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ചരിത്രം കുഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല, ജൂതന്മാർ കുടിയേറി വന്നതാണ് എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഞാനിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.